ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തി എന്ന പ്രസ്താവനയിൽ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും നോട്ടീസ്. വിശദീകരണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. വിവാദ പരാമർശത്തിൽ കെജ്രിവാൾ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടും പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കിടവച്ചിരുന്നു. സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുന്നതിനുതകുന്ന തരത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പ്രസ്താവന എന്ന് തന്നെയാണ് വിമർശനം ഉയർന്നത്. അതോടൊപ്പം വിശദീകരണം തേടിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ വിശദീകരണം നൽകിയത് തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും കെജ്രിവാളിന് നോട്ടീസ് നൽകിയതായി അറിയാൻ കഴിയുന്നു. വിവരങ്ങൾ. റോണി, സമൂഹത്തെ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന വിവാദപരമായ പ്രസ്താവനയായിരുന്നു ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് യമുന നദിയിൽ ഹരിയാനയിലെ BJP സർക്കാർ വിഷം കലർത്തുകയാണെന്നും അത്തരത്തിലൊരു കൂട്ടക്കൊലയ്ക്കാണ് BJP ശ്രമിക്കുന്നത് എന്ന വിവാദപരമായ പ്രസ്താവന കെജ്രിവാൾ നടത്തിയിരുന്നു. ഇതിന്മേൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും കമ്മീഷൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താനുണ്ടായിട്ടുള്ള സാഹചര്യം, അതിനുള്ള തെളിവ്, അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ അരവിന്ദ് കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകി. അതിന്മേൽ നൽകിയിട്ടുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്നും കൂടുതൽ വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു നോട്ടീസ് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെജ്രിവാളിന് നൽകിയിട്ടുള്ളത്. തീർത്തും വലിയ പ്രതിഷേധം കെജ്രിവാളിനെതിരെ ഉയരുന്നു. ഒപ്പം അത്രയധികം ഗുരുതരമായൊരു പ്രസ്താവനയാണ് ഒരു സർക്കാർ, അതായത് രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തിക്കൊണ്ട് കൂട്ടക്കൊലയ്ക്ക് ശ്രമിക്കുന്ന ഗുരുതരമായ പ്രസ്താവനയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിശദീകരണം നൽകാൻ, പ്രസ്താവന നടത്താനുണ്ടായ തെളിവ് നൽകണം. നിലവിൽ നൽകിയിട്ടുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെജ്രിവാളിന് വീണ്ടും നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഒപ്പം കെജ്രിവാളിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് കൃത്യമായ മറുപടി നിലവിൽ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി നടത്തിയിട്ടുണ്ട്. ഹരിയാന ഡൽഹി അതിർത്തിയിലെ ഗ്രാമത്തിലെത്തിക്കൊണ്ട് യമുന നദിയിൽ ഇറങ്ങി തന്റെ കൈക്കുമ്പിളിൽ യമുന നദിയിലെ വെള്ളം കോരിക്കുടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഇക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടുള്ളത്. താൻ നിൽക്കുന്നത് ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒഴുകുന്ന യമുന നദിയിലാണ്. ഇവിടെ നിന്ന് താൻ വെള്ളം കോരി കുടിച്ചു. അതിൽ യാതൊരു തരത്തിലുമുള്ള വിഷാംശമില്ല. അതുകൊണ്ട് ഡൽഹിയിലെ ജനങ്ങൾ ആലോചിക്കേണ്ടത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് യമുന നദി മലിനപ്പെടുന്നത്, അതിന് ആരാണ് ഉത്തരവാദി എന്ന് ഡൽഹിയിലെ ജനങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് മറുപടി നൽകണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം താൻ വെള്ളം കുടിച്ച സ്ഥലത്ത് നിന്ന് ജല അതോറിറ്റി, ഹരിയാന സംസ്ഥാന സർക്കാരിന്റെ ജല അതോറിറ്റി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിയ വെള്ളത്തിൽ യാതൊരു തരത്തിലുമുള്ള വിഷാംശം കലർന്നു എന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം കൂടിയാണ് ഈ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രസ്താവനകൾ നടത്തിയ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെയും ഹരിയാനയിലെയും ജനങ്ങളോട് മാപ്പ് പറയണം എന്ന ആവശ്യം കൂടി നയാബ് സിംഗ് സൈനി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതിന് പിറകെയാണ് നിലവിൽ ഈ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വിശദീകരണം തൃപ്തികരമല്ല എന്നും കൂടുതൽ വിശദീകരണം നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുമ്പോൾ ഇത്തവണ ആം ആദ്മിക്ക് വലിയ വെല്ലുവിളികളാണ് ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ, ഡൽഹിയിൽ വികസനമില്ലായ്മ തുടങ്ങിയിട്ടുള്ള വലിയ വിഷയങ്ങൾ ആം ആദ്മിക്ക് തിരിച്ചടിയായി നിൽക്കുമ്പോഴായിരുന്നു യമുന വിഷയം, യമുനയിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയം BJPക്ക് മേൽ പഴി ചാരുന്നതിന് അല്ലെങ്കിൽ അതിന് ഉത്തരവാദി ഹരിയാന സർക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു ഗുരുതരമായ പ്രസ്താവന അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. അതിനെതിരെ കമ്മീഷന്റെ ഭാഗത്തുനിന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നു. ഒപ്പം ഡൽഹിയിലെയും ഹരിയാനയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ അരങ്ങേറിയിരുന്നു. ഹരിയാനയിൽ വിവിധയിടങ്ങളിൽ കെജ്രിവാളിന്റെ കോലം കത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതിന് മാപ്പ് പറഞ്ഞ പ്രസ്താവന നിരുപാധികം പിൻവലിക്കണം എന്നുള്ളതാണ് ഹരിയാനയിലെ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയും യമുനയിൽ ഇറങ്ങി നിന്നുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് എങ്ങനെയാണ്, എവിടെ നിന്നാണ്, അതിനാരാണ് ഉത്തരവാദി എന്നുള്ളത് ഡൽഹിയിലെ ജനങ്ങൾ ചിന്തിക്കണം എന്ന ആവശ്യം, എന്ന കാര്യം ഡൽഹിയിലെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.